ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല ചോദിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് solve the following quadratic equation for x square minus 2ax minus 4b square minus a square equal to 0. ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എക്സ് സോൾവ് ചെയ്യാം, ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സ് സ്ക്വയർ മൈനസ് 2ax, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4b സ്ക്വയർ മൈനസ് a സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അതായത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, അല്ലെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 2ax ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് 4b സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് a സ്ക്വയർ ഈക്വൽ ടു 0. ഇപ്പൊ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ ഒരു ഓർഡർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ ഈക്വൽ ടു 0. അതായത് ഈ പ്ലസ് a സ്ക്വയർ ഇങ്ങോട്ട് എഴുതി, ഈ മൈനസ് 4b സ്ക്വയർ ഇപ്പുറത്തെ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് a ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ. അപ്പൊ ഇത്രയും ടേംസിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് മൈനസ് a ഹോൾ സ്ക്വയറിന് എഴുതി, മൈനസ് ഈ 4b സ്ക്വയറിന് 2b ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതിപ്പോ അടുത്ത ഒരു ഐഡന്റിറ്റി, അതായത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോമിലാണുള്ളത്. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ ഇവിടെ a എന്നുള്ളത് എന്തായിട്ടാണ് നമുക്കുള്ളത്, എക്സ് മൈനസ് a. b എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ a എന്ന് പറയുന്നത് എക്സ് മൈനസ് a ആണ്. എക്സ് മൈനസ് a പ്ലസ് ബി എന്ന് പറയുന്നത് 2b. ഇനി എക്സ് മൈനസ്, അതായത് എക്സ് മൈനസ് a പ്ലസ് ബി ആയി, ഇവിടെ a മൈനസ് ബി ഈക്വൽ ടു 0. a എന്ന് പറയുന്നത് എക്സ് മൈനസ് a ആണ്, b എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ a പ്ലസ് ബി, a മൈനസ് ബി. ഇനി നമുക്ക് അടുത്തത് എക്സ് മൈനസ് a പ്ലസ് 2b ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ a മൈനസ് 2b. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് a മൈനസ് 2b. അടുത്തത് എക്സ് മൈനസ് a മൈനസ് 2b ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു a പ്ലസ് 2b. അപ്പൊ രണ്ട് വാല്യൂ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സിന് രണ്ട് വാല്യൂ ഉണ്ടോ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 150 കിലോമീറ്റർ അറ്റ് എ സർട്ടൻ ആവറേജ് സ്പീഡ് ആൻഡ് ദെൻ കവേഴ്സ് അനദർ 200 കിലോമീറ്റർ അറ്റ് എൻ ആവറേജ് സ്പീഡ് വിച്ച് ഈസ് 20 കിലോമീറ്റർ പെർ അവർ മോർ ദാൻ ദ ഫസ്റ്റ് സ്പീഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടില്ല. ആ ട്രക്കിന്റെ സ്പീഡ് എത്രയായിരുന്നു, 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത സ്പീഡ് അത് നമുക്ക് തന്നിട്ടില്ല. രണ്ടാമത് 200 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സ്പീഡിനേക്കാൾ 20 കിലോമീറ്റർ പെർ അവർ മോർ ആണ്, അത്രയും തന്നിട്ടുണ്ട്. ഇഫ് ദ ട്രക്ക് കവേഴ്സ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ആ രണ്ട് ഡിസ്റ്റൻസും കൂടി കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. ഫൈൻഡ് ദ ഫസ്റ്റ് സ്പീഡ് ഓഫ് ദ ട്രക്ക്. ഇവിടെ നമുക്ക് ടൈമാണ് രണ്ട് ഡിസ്റ്റൻസ്, ആദ്യം 150 കിലോമീറ്റർ ആയിരുന്നു, സെക്കൻഡ് 200 കിലോമീറ്റർ. ഈ രണ്ട് ഡിസ്റ്റൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്, 5 hours തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രക്ക്. അപ്പോൾ ഫസ്റ്റ് സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ദ average speed of the truck. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് സ്പീഡ്, ഫസ്റ്റ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നില്ല. ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രക്ക് ബി എക്സ് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ന്യൂ ആവറേജ് സ്പീഡ്, അതായത് രണ്ടാമത് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും എത്രയാണ്, 20 കിലോമീറ്റർ പെർ അവർ കൂടുതലായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻ. ദെൻ കവേഴ്സ് അനദർ 200 കിലോമീറ്റർ അറ്റ് എൻ ആവറേജ് സ്പീഡ് വിച്ച് ഈസ് 20 കിലോമീറ്റർ പെർ അവർ മോർ ദാൻ ദ ഫസ്റ്റ് സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് സ്പീഡ് എക്സ് ആണെങ്കിൽ അതിനേക്കാളും 20 കൂടുതലായിരുന്നു 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനെടുത്ത സ്പീഡ്. അപ്പോൾ ന്യൂ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 20
km/h ആണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ അതായത് ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ടൈമിലാക്കിയിട്ടേ കാണാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ടൈം ടേക്കൺ ബൈ ദ ട്രക്ക് ടു കവർ എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു? 150 കിലോമീറ്റർ. 150 കിലോമീറ്റർ കവർ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 150. ഡിസ്റ്റൻസ് 150 ആണ്. ഡിവൈഡ് ബൈ അതിൻ്റെ സ്പീഡ് നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? എക്സ്. ആദ്യത്തെ ഇതിൻ്റെ സ്പീഡ്, ഈ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് എക്സ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് എക്സ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അടുത്തത് ടൈം ടേക്കൺ ബൈ ദ ട്രക്ക് to cover 200 കിലോമീറ്റർ. 200 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി എടുത്തത് 200 ബൈ എക്സ് പ്ലസ് 20. അവിടെ സ്പീഡ് എന്ന് പറയുന്നത് എക്സിനേക്കാൾ 20 കൂടുതലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 200, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. ഡിസ്റ്റൻസ് 200 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 20. ഇനി ഈ രണ്ട് ഡിസ്റ്റൻസും കവർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? 150 ബൈ എക്സ് പ്ലസ് 200 ബൈ എക്സ് പ്ലസ് 20 ഈക്വൽ ടു 5. ഇനി ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 150 ബൈ എക്സ് പ്ലസ് 200 ബൈ എക്സ് പ്ലസ് 20 ഈക്വൽ ടു 5. ഇനി ഇതെന്ത് ചെയ്യുക? LCM എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20 ആണ് LCM. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 150 ഇൻറ്റു എക്സ് പ്ലസ് 20 പ്ലസ് 200x ഈക്വൽ ടു 5. ഇനി എന്ത് ചെയ്യുക? ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കിട്ടും. ട്രക്കിൻ്റെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 150x പ്ലസ് ഇവിടെ 3000 പ്ലസ് 200x ഈക്വൽ ടു, ഇതിന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 20x. അതായത് ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 20x. അത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 150 പ്ലസ് 200 എന്ന് പറയുന്നത് 350. 350x പ്ലസ് 3000 ഈക്വൽ ടു 5x സ്ക്വയർ പ്ലസ് 100x. ഇനി നമ്മൾ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 5x സ്ക്വയർ പ്ലസ് 100x മൈനസ് 350x മൈനസ് 3000 ഈക്വൽ ടു 0. ഇനി 5x സ്ക്വയർ ഇവിടെ മൈനസ് 250x മൈനസ് 3000 ഈക്വൽ ടു 0. ഇവിടെ ഇപ്പോൾ നമുക്ക് 5 എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ ഷോർട്ട് ആക്കാം. അപ്പോൾ ഷോർട്ട് ആക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5 ഇവിടെ 50x, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 600 വരും. അപ്പോൾ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എക്സ് സ്ക്വയർ മൈനസ് 50x മൈനസ് 600 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 600 കിട്ടണം. ഇവിടെ സം എന്ന് പറയുന്നത് മൈനസ് 50 ആണ് കിട്ടേണ്ടത്. അപ്പോൾ മൈനസ് 60 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 600 ആണ്. മൈനസ് 60യും 10ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 50 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 60x പ്ലസ് 10x മൈനസ് 600 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ x ഇൻറ്റു എക്സ് മൈനസ് 60 പ്ലസ് 10 ഇൻറ്റു എക്സ് മൈനസ് 60 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 10 ഇൻറ്റു എക്സ് മൈനസ് 60 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 10 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 10. സ്പീഡ് ഒരിക്കലും നെഗറ്റീവിൽ വരില്ല. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എടുക്കാൻ പറ്റില്ല. എക്സ് മൈനസ് 60 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 60. അപ്പോൾ ആവറേജ് സ്പീഡ്, therefore ആവറേജ് സ്പീഡ് ഓഫ് ട്രക്ക് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ടു 60
km/h. 60 km/h ആണ് ആവറേജ് സ്പീഡ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ്, അതായത് നേരത്തെ ചെയ്ത പോലെയുള്ള തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബസ് ട്രാവൽസ് അറ്റ് എ സർട്ടൻ ആവറേജ് സ്പീഡ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 75 കിലോമീറ്റർ ആൻഡ് ദെൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 90 കിലോമീറ്റർ അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 10 km/h മോർ ദാൻ ദ ഫസ്റ്റ് സ്പീഡ്. ഫസ്റ്റ് സ്പീഡ് എത്രയാണ്? നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ എക്സിനേക്കാൾ 10 km/h കൂടുതലാണ് 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത സ്പീഡ്. ഇഫ് ഇറ്റ് ടേക്സ് 3 hours ടു കംപ്ലീറ്റ് ദ ടോട്ടൽ ജേർണി, ആ രണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് 3 hours ആണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഫസ്റ്റ് സ്പീഡ്. അപ്പോൾ ആദ്യത്തെ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ എടുക്കുന്നു ലൈക്ക് ഇനിഷ്യൽ സ്പീഡ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനിഷ്യൽ സ്പീഡ് ബി എക്സ് ആയിട്ട് എടുത്തു. എക്സ് km/h ആണ്. അപ്പോൾ ന്യൂ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 10. ഇവിടെ 10 ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ 10x + 10 km/h ആണ് വരുന്നത് ന്യൂ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് 90 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്തത് സ്പീഡ് എന്ന് പറയുന്നത് x + 10 km/h. ഇപ്പോൾ ഇവിടെ രണ്ടിനും കൂടി എടുത്ത ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്തിലായിരിക്കണം? ടൈമിലായിരിക്കണം. നേരത്തെ പോലെ തന്നെ സ്റ്റെപ്പ് എഴുതണം നമുക്ക് എഴുതാം. അതായത് ടൈം ടേക്കൺ ബൈ ബസ് ടു കവർ 75 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 75 കിലോമീറ്റർ. അതായത് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 75 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത്, അതായത് അത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി അതുപോലെ ടൈം ടേക്കൺ ബൈ ബസ് ടു കവർ 90 കിലോമീറ്റർ. 90 കിലോമീറ്ററിന് എത്രയാണ് വന്നിട്ടുള്ളത്? ടൈം ഈക്വൽ ടു 90/x + 10 വരും. അപ്പോൾ ഇതിന് രണ്ടിനും കൂടി എടുത്തിട്ടുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 75/x + 90/x + 10 = 3. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് രണ്ടിനും കൂടി എടുത്തിട്ടുള്ള ടോട്ടൽ ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈമിൽ ടോട്ടൽ ടൈമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഫുൾ ഇക്വേഷൻ ടൈമിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ള ആ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്പീഡ് ബസ്സിൻ്റെ ആദ്യത്തെ, അതായത് 75 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഫസ്റ്റ് സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. അത് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. രണ്ടാമത് 90 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എക്സിനേക്കാൾ 10 km/h കൂടുതലായിരുന്നു. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ, അതിന് രണ്ടിനും കൂടി എടുത്ത ടൈം എന്ന് പറയുന്നത് 3. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് + 10. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 × x + 10 + 90x = 3. ഇനി ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയാണുള്ളത്. 75 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 75 × x 75x + 750 + 90x = 3 ഇൻറ്റു ഇത് x² + 10x x² + 10x. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഇതിൽ 90 75 എന്ന് പറയുമ്പോൾ 165 165x + 750 = 3x² + 30x ആണ് ഉള്ളത്. ഇനി 3x² + 30x - 165x - 750 = 0. 30x. അപ്പോൾ ഇനി 165 30 മൈനസ് ചെയ്യുക. അപ്പോൾ 135. 3x² - 135x - 750 = 0. ഇനി നമുക്ക് ഈ 3 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫുൾ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. x² - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 3s are 12 15 5 45x മൈനസ് ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2s are 6 15 5 250 6 50. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടേണ്ടത് -250 സമ്മ് 45 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -250 കിട്ടണം. സം എന്ന് പറയുന്നത് -45. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -45ഉം
മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -250, അതായത് 50 × 5. 50 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ആണ്. 50 ന്ന് 5 പോയി കഴിഞ്ഞാൽ 45. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫാക്ടറൈസ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ചെയ്യാൻ നമ്പേഴ്സ് കിട്ടുന്നില്ല എങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക. അതായത് -b ± √b² - 4ac/2a ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഇവിടെ x² മൈനസ്, കാരണം ഇവിടെ മൈനസ് സൈനാണ്, അപ്പോൾ -50x പ്ലസ് 5x -250 = 0. x × x - 50 പ്ലസ് 5 × x - 50 = 0. അപ്പോൾ x - 50 = 0, x = 50. ഇവിടെ അതായത് x - 50യും x + 5 ആണ് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. x + 5 = 0, x = -5. നെഗറ്റീവ് വാല്യൂ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആവറേജ് സ്പീഡ് = 50 km/h. ഫസ്റ്റ് സ്പീഡ്, ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ഫോർ x 2/x + 1 + 3/2 × x - 2 = 23/5x ആണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ LCM എടുക്കാം. അതായത് ഈ 5x ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മാത്രം നോക്കാം. x + 1 × 2 × x - 2 ആണ് നമ്മുടെ LCM ആയിട്ട് വരുന്നത് 23/5x. അത് അതുപോലെ തന്നെ വെക്കുന്നു. ഇതിനെ നമ്മൾ LCM എടുത്ത് x + 1 × 2 × x - 2. അപ്പോൾ ഈ 2 × x - 2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി 2 × 2 എന്ന് പറയുന്നത് 4 × x - 2 പ്ലസ് 3 × x + 1 ഇങ്ങനെയാണ് ഉള്ളത് = 23/5x. ഇനി ഈ 5x കൂടി ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫുൾ ഇക്വേഷനെ നമ്മൾ 5x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5x × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20x × x - 2 പ്ലസ് 5 × 3 15x × x + 1 = ഇനി ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 23 × ഇവിടെ 2 × 23 × 2 എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതാം. 23 × 2 എന്ന് പറയുന്നത് 46 × x + 1 × x - 2. ഇനി ഇതിനെ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20x² - 40x പ്ലസ് 15x² പ്ലസ് 15x മൈനസ് എഴുതാണ്. ഇതിനെ നമുക്ക് ആദ്യം ഷോർട്ടാക്കാം. 46 × ഇത് x + a × x + b എന്ന് പറഞ്ഞാൽ x² പ്ലസ് a പ്ലസ് b × x പ്ലസ് ab. അപ്പോൾ ഇവിടെ x² പ്ലസ് a പ്ലസ് b എന്ന് പറയാം 1 - 2. 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -x പ്ലസ് -2 തന്നെയാണ് വരിക. അല്ലെങ്കിൽ ഇതിന് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ -2. അതായത് x² × a പ്ലസ് b 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1x പ്ലസ് ab a × b എന്ന് പറയുന്നത് 1 × -2 എന്ന് പറഞ്ഞാൽ -2 തന്നെയാണ് വരിക. അപ്പോൾ 20x² മൈനസ് ഇവിടെ 40ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 25 -25x. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അതായത് 15x² 20x² അവിടെ എന്തായി 35x². 35x² മൈനസ് 25x = 46x² മൈനസ് 46x മൈനസ് 92. ഇനി നമുക്കെല്ലാം കൂടി ഒരേ സൈഡിലാക്കാം. 46x² മൈനസ് 46x മൈനസ് 92 മൈനസ് 35x² പ്ലസ് 25x = 0. അപ്പോൾ 11x² മൈനസ് 21x മൈനസ് 92 = 0. ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് എക്സ് കണ്ടുപിടിക്കാം. അതായത് -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac / 2a. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് b² മൈനസ് 4ac എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. b² മൈനസ് 4ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -21² മൈനസ് 4 × a എന്ന് പറയുന്നത് 11 × c എന്ന് പറയുന്നത് -92. 21 × 21 441. ഇവിടെ പ്ലസ് ആയി 44
44 into 92. 8, 8, 36, 3, 39, 8, 5. 4048. അപ്പോൾ 4048ഉം 441ഉം ആഡ് ചെയ്യുമ്പോൾ 4489 ആണ് വരുന്നത്. 4489. ഈ 4489 എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡിൽ 4489. അപ്പോൾ ഇവിടെ നിയറസ്റ്റ് എന്ന് പറയുന്നത് 6 6 are 36. 36 ആവുമ്പോൾ ഇവിടെ 8. ഇനി 889. ഇവിടെ 12ഉം ഇനി 9ൽ അവസാനിക്കുന്നതുകൊണ്ട് 127 into 7 എന്ന് പറയുമ്പോൾ 7 4 14 18 1 8. ഇപ്പോൾ 889. ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 67 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് വരുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4489 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 11. അപ്പോൾ ഇവിടെ 21 പ്ലസ് ഓർ മൈനസ് ഇതിനെ നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചു. എത്രയാണ്? 67 ഡിവൈഡ് ബൈ 22. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ടാവും. 21 പ്ലസ് 67 ഡിവൈഡ് ബൈ 22ഉം അതുപോലെ 21 മൈനസ് 67 ഡിവൈഡ് ബൈ 22. എക്സിന് രണ്ട് വാല്യൂ, ഒന്ന് പ്ലസ് ഇട്ടിട്ട് ഒന്ന് മൈനസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 21 പ്ലസ് 67 എന്ന് പറയുമ്പോൾ 88 ബൈ 22. 88 ബൈ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു 88 ബൈ 22 ഈക്വൽ ടു 4. എക്സിന് 4 എന്ന് കിട്ടി. ഇത് നെഗറ്റീവിൽ വരും. എക്സ് ഇസ് ഈക്വൽ ടു അതായത് 67ന് 21 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6, ഇവിടെ 4 46 ബൈ 22. മൈനസ് 46 ബൈ 22 ആണ് വരുന്നത്. മൈനസ് 46 ബൈ 22 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 23 ബൈ 11 മൈനസ് 23 ബൈ 11. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4ഉം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 23 ബൈ 11 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3ൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.